വാർത്തകൾ വിശദമായി. പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനി കൊല്ലപ്പെട്ടതിന് പിന്നാലെ ഗൾഫ് രാജ്യങ്ങളിലേക്ക് അടക്കം ആക്രമണം കടുപ്പിച്ച് ഇറാൻ. സൈപ്രസിലെ ബ്രിട്ടന്റെ സൈനിക താവളം ആക്രമിച്ചു. ഒമാനിൽ എണ്ണ ടാങ്കറിന് നേരെയും ആക്രമണമുണ്ടായി. അബുദാബിയിൽ ഡ്രോൺ അവശിഷ്ടം വീണ് സ്ത്രീക്കും കുട്ടിക്കും പരിക്കേറ്റു. ദുബായിലും 2 പേർക്ക് ഡ്രോൺ ആക്രമണത്തിൽ പരിക്കേറ്റു. ओ भाई साहब मर गया क्या भाई? ओ भाई अबे यार भाई अबे रुक जा भाई. ओ भाई വിവരങ്ങളുമായി അതുല്യ രാമചന്ദ്രൻ ചേരുന്നുണ്ട്. അതുല്യ, ഖമനേയി കൊല്ലപ്പെട്ടതിനു ശേഷം ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങളിലടക്കം ഇപ്പോൾ ആക്രമണം കടുപ്പിച്ചിരിക്കുകയാണ് ഇറാൻ. ഇപ്പോഴെന്താണ് അവസ്ഥ? എങ്ങനെയാണ് കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? അരുണിമ, ഇറാൻ ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങൾക്ക് നേരെയുള്ള ആക്രമണം അത് കൂടുതൽ വ്യാപിപ്പിച്ചിരിക്കുകയാണ് എന്നുള്ളതാണ്. നിലവിൽ നേരത്തെ ഗൾഫ് രാജ്യങ്ങൾക്ക് ആക്രമണം നടത്തിയതിനു പുറമെ ഇപ്പോൾ സൈപ്രസിലും അതുപോലെ തന്നെ കുർദിസ്ഥാനിലും ഇറാൻ ആക്രമണം നടത്തി എന്നുള്ള വിവരമാണ് പുറത്തുവരുന്നത്. ഇതിപ്പോൾ ഇറാന്റെ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ മിസൈലുകൾ, ഡ്രോണുകൾ എന്നിവ സൈപ്രസിലേക്കും ജോർദാനിലേക്കും കുർദിസ്ഥാനിലേക്കും എത്തി എന്നാണ് പറയുന്നത്. സൈപ്രസിലുള്ള ബ്രിട്ടന്റെ സൈനിക താവളങ്ങൾക്ക് നേരെയാണ് ഇറാന്റെ ഡ്രോൺ ആക്രമണം അല്ലെങ്കിൽ വ്യോമാക്രമണം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. സൈപ്രസിൽ മിസൈലുകൾ ഉപയോഗിച്ച് 1-ലധികം താവളങ്ങൾ ആക്രമിച്ചതായിട്ടാണ് അതിപ്പോൾ സ്ഥിരീകരണവും വന്നിട്ടുണ്ട്. ബ്രിട്ടീഷ് പ്രതിരോധ സെക്രട്ടറി ആയിട്ടുള്ള ജോൺ ഹെയ്ലി ഈ ഒരു കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ബ്രിട്ടന്റെ 1-ലധികം താവളങ്ങൾ, സൈനിക താവളങ്ങൾ ഇറാൻ മിസൈലുകൾ ആക്രമിച്ചു എന്നുള്ളൊരു വിവരം ഇപ്പോൾ ബ്രിട്ടീഷ് പ്രതിരോധ സെക്രട്ടറി സ്ഥിരീകരിച്ചിട്ടുണ്ട്. മാത്രമല്ല ഈ ഒരു ഇറാന്റെ ഭാഗത്ത് നിന്ന് കൂടുതൽ ആക്രമണം ഉണ്ടാകാനുള്ള സാധ്യത മുൻകൂട്ടി കണ്ടുകൊണ്ട് സൈപ്രസിൽ ആയിരക്കണക്കിന് ബ്രിട്ടീഷ് സൈനികരെ ഇപ്പോൾ വിന്യസിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. ഇതിൽ സൈപ്രസിന് നേരെ മാത്രമല്ല കുർദിസ്ഥാൻ, ജോർദാൻ തുടങ്ങിയ രാജ്യങ്ങൾക്ക് നേരെയും ഇപ്പോൾ ഇറാന്റെ ആക്രമണം ഉണ്ടായിട്ടുണ്ട്. മാത്രമല്ല ഗൾഫ് രാജ്യങ്ങളിൽ പ്രധാനമായും ഇറാൻ ആക്രമിക്കുന്നത് വിമാനത്താവളങ്ങൾ, അതുപോലെ തന്നെ മറ്റ് ഈ പോർട്ട് അല്ലെങ്കിൽ തുറമുഖങ്ങൾ പോലുള്ള വ്യാവസായിക മേഖലകളെയാണ് ഇറാൻ ആക്രമിക്കാൻ ശ്രമിക്കുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ എന്തായാലും ബഹ്റൈനിലും ആക്രമണം ഉണ്ടായിട്ടുണ്ട്. ബഹ്റൈനിലെ മനാമയിൽ ക്രൗൺ പ്ലാസ ഹോട്ടലിന് നേരെയാണ് ആക്രമണം ഉണ്ടായത്. ഈ ക്രൗൺ പ്ലാസയ്ക്ക് നേരെ ഇറാന്റെ ഹൈപ്പർസോണിക് മിസൈലുകളാണ് പ്രയോഗിച്ചത് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഈ ഹൈപ്പർസോണിക് മിസൈലുകളെ സംബന്ധിച്ചിടത്തോളം അവയെ പ്രതിരോധിക്കുക എന്ന് പറയുന്നത് ഏറെക്കുറെ ദുഷ്കരം എന്നല്ല, ഏറെക്കുറെ അപ്രായോഗികം തന്നെയാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. എന്തായാലും ഈ ഒരു ആശങ്കയുടെ അല്ലെങ്കിൽ ഒരു സംഘർഷത്തിന്റെ സാഹചര്യത്തിൽ മനാമയിലെ ഹോട്ടലുകൾ വിട്ടുപോകാൻ ബഹ്റൈനിലെ US പൗരന്മാരോട് ഇപ്പോൾ US ഭരണകൂടം ആവശ്യപ്പെട്ടിരിക്കുകയാണ്. പ്രത്യേകിച്ചും മനാമ എന്ന് പറയുന്നതൊരു ഹൈ എൻഡ് ഹോട്ടൽ ചെയിൻ അല്ലെങ്കിൽ ഒരു വലിയ രീതിയിൽ ലക്ഷറിയസ് ആയിട്ടുള്ള ഒരു ആഡംബര ആളുകൾ താമസിക്കുന്ന എത്തുന്ന ഒരു ഭാഗമാണ് മനാമ എന്ന് പറയുന്നത്. വിനോദസഞ്ചാരികളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ നിരവധി വിദേശികളായിട്ടുള്ള പൗരന്മാർ മനാമയിൽ ഉണ്ടാകും. നിലവിൽ മനാമയിലെ വിവിധ ഹോട്ടലുകളിൽ താമസിക്കുന്ന അല്ലെങ്കിൽ പലവിധ ആവശ്യങ്ങൾക്കായി വിനോദസഞ്ചാരത്തിനായോ അല്ലാതെയോ മനാമയിൽ എത്തിയിട്ടുള്ള എല്ലാ പൗരന്മാരോടും എത്രയും അവിടെ നിന്ന് ഒഴിപ്പിക്കണം അല്ലെങ്കിൽ അവിടെ നിന്ന് മാറണം എന്നുള്ളൊരു ഇവാക്യുവേഷൻ ഓർഡറാണ് ഇപ്പോൾ US ഭരണകൂടം നൽകിയിരിക്കുന്നത്. പ്രത്യേകിച്ചും ഇറാൻ അവരുടെ ആക്രമണത്തിൽ ഇത്തരത്തിൽ വിദേശീയരെ ലക്ഷ്യമിടും എന്നുള്ളൊരു ആശങ്കയുടെ പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിൽ US എംബസി അവരോട് പൗരന്മാരോട് തിരിച്ച് മടങ്ങാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. മാത്രമല്ല മനാമയിലെ ക്രൗൺ പ്ലാസ ഹോട്ടലിന് നേരെയുണ്ടായ ആക്രമണത്തിൽ US പൗരന്മാർക്കും പരിക്കേറ്റിട്ടുണ്ട് എന്നും എംബസി ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഒമാനിലും വലിയ രീതിയിൽ ആക്രമണം നടന്നിട്ടുണ്ടായിരുന്നു. ഒമാനിൽ ഗസബ് തുറമുഖത്തിന് സമീപം ഓയിൽ ടാങ്കർ കപ്പലിന് നേരെയും അതുപോലെ തന്നെ ദുഃഖം തുറമുഖത്തിലും മറ്റ് നിരവധി വ്യാവസായിക മേഖലകളിലും ഇത്തരത്തിൽ ആക്രമണം ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ജബൽ അലി തുറമുഖത്തിന് നേരെ ആക്രമണം ഉണ്ടായിട്ടുണ്ട്. ദോഹയ്ക്ക് നേരെ ആക്രമണം ഉണ്ടായിട്ടുണ്ട്. ദോഹയിലെല്ലാം തന്നെ വ്യാവസായിക മേഖലയിലാണ് ആക്രമണം ഉണ്ടായത്. മിസൈലിൻ്റെ അല്ലെങ്കിൽ ഡ്രോണിൻ്റെ അവശിഷ്ടങ്ങൾ പതിച്ചതിനെ തുടർന്ന് ദോഹയിലെ ഈ ഒരു വ്യാവസായിക മേഖലയിൽ തീപിടുത്തമുണ്ടായി. അതുപോലെ തന്നെ ദുബായിൽ തന്നെ 2 പൗരന്മാരുടെ വീടുകൾക്ക് നേരെ ഈ ഡ്രോണിൻ്റെ അവശിഷ്ടം പതിച്ചിരുന്നു. അതിനെ തുടർന്ന് ആ വീട്ടിലുള്ളവർക്ക് 2
2 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഈ ഗസബ് തുറമുഖത്തുണ്ടായിരുന്ന ഓയിൽ ടാങ്കറിന് നേരെയും ആക്രമണമുണ്ടായി. ആ ഓയിൽ ടാങ്കറിന് നേരെ ഉണ്ടായ ആക്രമണത്തിൽ എണ്ണക്കപ്പലിന് തീ പിടിച്ചെങ്കിലും അതിലെ ജീവനക്കാരെ സുരക്ഷിതമായി മാറ്റാൻ കഴിഞ്ഞു. അതേപോലെ തന്നെ ദുബായിലെ വിമാനത്താവളത്തിന് പരിസരത്ത് ആക്രമണമുണ്ടായിരുന്നു. വിമാനത്താവളത്തിന് നേരിട്ട ആക്രമണത്തിൽ നാശനഷ്ടങ്ങളൊന്നും ഉണ്ടായില്ലെങ്കിലും വിമാനത്താവളത്തിൻ്റെ പരിസരത്ത് ഇത്തരത്തിൽ ഒരു തീപിടുത്തം ഉണ്ടായിട്ടുണ്ട്. നിലവിൽ 4 അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളെയാണ് ഇറാൻ ഇതുവരെ ആക്രമിച്ചിരിക്കുന്നത്. എന്തായാലും ഗൾഫ് രാജ്യങ്ങളെ ലക്ഷ്യമിട്ട് ഇറാൻ ആക്രമണം വർദ്ധിപ്പിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ ഗൾഫ് കോർപ്പറേഷൻ കൺട്രീസ് കോർപ്പറേഷൻ അല്ലെങ്കിൽ ഗൾഫ് സഹകരണ രാജ്യങ്ങളുടെ ഒരു മീറ്റിംഗ് അല്ലെങ്കിൽ ഒരു യോഗം ഇപ്പോൾ ചേരുകയാണ്. ഗൾഫ് സഹകരണ കൗൺസിൽ എന്നറിയപ്പെടുന്ന GCC കൺട്രീസ് എന്ന് പറയുന്ന ഈ രാജ്യങ്ങളുടെ വിദേശകാര്യ മന്ത്രിമാരാണ് ഒരു വീഡിയോ കോൺഫറൻസ് വഴി ഈ യോഗം ചേരുന്നത്. ബഹ്റൈൻ, കുവൈറ്റ്, ഒമാൻ, ഖത്തർ, സൗദി അറേബ്യ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് എന്നിങ്ങനെ 6 രാജ്യങ്ങളാണ് ഈ ഒരു GCC അല്ലെങ്കിൽ ഗൾഫ് കോർപ്പറേഷൻ കൗൺസിലിൽ ഉൾപ്പെടുന്നത്. ഈ രാജ്യങ്ങളിലെ വിദേശകാര്യ മന്ത്രിമാർ ഇപ്പോൾ ഒരു അടിയന്തര യോഗം ചേരുകയാണ്. ഏത് രീതിയിലാണ് ഈ യോഗത്തിൻ്റെ ഫലം വരിക എന്നുള്ളത് നമുക്ക് അല്പസമയത്തിനകം അറിയാം. എന്തായാലും ഇപ്പോൾ ഇറാനെതിരെ എന്ത് പ്രതിരോധം സ്വീകരിക്കണം എന്നുള്ളത് തന്നെയാണ് പ്രധാനമായും ഈ ഒരു കൗൺസിലിൽ ചർച്ചയാവുക. പ്രത്യേകിച്ചും ഗൾഫ് രാജ്യങ്ങൾക്ക് നേരെ ഇറാൻ ആക്രമണം കടുപ്പിക്കുന്ന ഒരു സാഹചര്യത്തിൽ. മാത്രമല്ല ഒമാൻ ആണ് നേരത്തെ ഈ അമേരിക്ക ഇറാൻ ആ ഒരു മധ്യസ്ഥത വഹിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ മധ്യസ്ഥത വഹിച്ചിരുന്ന രാജ്യത്തിന് നേരെ തന്നെ ഈ ഒരു ആക്രമണം. മാത്രമല്ല ഇസ്രായേൽ പലസ്തീൻ സംഘർഷത്തിലും ഖത്തറും ഒമാനുമാണ് മധ്യസ്ഥത വഹിച്ചിരുന്നത്. അപ്പോൾ അത്തരത്തിൽ വലിയ രീതിയിൽ സമാധാനത്തിൻ്റെ ഒരു മധ്യസ്ഥത വഹിക്കുന്ന രാജ്യങ്ങൾക്ക് നേരെ തന്നെ ഇപ്പോൾ ഇറാൻ്റെ ഭാഗത്തു നിന്ന് ആക്രമണം ഉണ്ടായിരിക്കുന്നു എന്നുള്ളത് തന്നെ ആയിരിക്കും ഇന്നത്തെ കൗൺസിലിൽ എന്തായാലും ചർച്ചയാവുക. ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ ഖത്തർ എയർവേസ്, ഇൻഡിഗോ, എയർ ഇന്ത്യ, അതുപോലെ തന്നെ ജോർദാൻ എയർവേസ് ഇത്തരത്തിൽ വിവിധ രാജ്യങ്ങളുടെ ലോകരാജ്യങ്ങളുടെ എല്ലാം തന്നെ വിമാന സർവീസുകളും നിർത്തിവെച്ചിട്ടുണ്ട്. അതായത് മധ്യ പശ്ചിമേഷ്യൻ രാജ്യങ്ങളിലേക്കുള്ള വിമാന സർവീസുകൾ നിർത്തിവെച്ചിരിക്കുകയാണ്. പ്രത്യേകിച്ചും ഗൾഫ് രാജ്യങ്ങളിൽ ഇൻഡിഗോയോ അതുപോലെ തന്നെ ഖത്തർ എയർവേസും എയർ ഇന്ത്യ എക്സ്പ്രസ്, സ്പൈസ് ജെറ്റ് തുടങ്ങിയ യാതൊരുവിധ വിമാന സർവീസുകളും പ്രവർത്തിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ മലയാളികൾക്കും അതുപോലെ തന്നെ മറ്റുള്ളവർക്കുമായി നോർക്ക ഹെൽപ്പ് ലൈൻ തുറന്നിട്ടുണ്ട്. കേരള ഹൗസും ഇത്തരത്തിൽ ഹെൽപ്പ് ലൈൻ ആരംഭിച്ചിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ യുദ്ധം 2ാം ദിനം ആയപ്പോഴേക്കും തന്നെ ഗൾഫ് രാജ്യങ്ങൾക്ക് നേരെ ഇറാൻ തങ്ങളുടെ വലിയ രീതിയിലുള്ള ആക്രമണം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ശരി, വ്യക്തമാണ്. ഇറാന്റെ പരമോന്നത നേതാവ് ഖമേനി കൊല്ലപ്പെട്ടതിന് പിന്നാലെ ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങളിലേക്ക് ആക്രമണം കടുപ്പിച്ചിരിക്കുകയാണ് ഇറാൻ. സൈപ്രസിലെ ബ്രിട്ടന്റെ സൈനിക താവളങ്ങൾ ലക്ഷ്യമിട്ടാണ് ഇപ്പോൾ ആക്രമണം നടത്തിയിരിക്കുന്നതാണ് ഇപ്പോൾ പുറത്തു വരുന്ന ഒരു പ്രധാന വിവരം തന്നെ. ബ്രിട്ടന്റെ സൈനിക താവളങ്ങളാണ് ഇപ്പോൾ ഇറാൻ ആക്രമിച്ചിരിക്കുന്നത്. ബ്രിട്ടീഷ് പ്രതിരോധ സെക്രട്ടറി ഈ ഒരു വിവരം സ്ഥിരീകരിച്ചിട്ടുമുണ്ട്. അതുപോലെ തന്നെ ഗൾഫ് രാജ്യങ്ങളെയും ഇപ്പോൾ ലക്ഷ്യം വയ്ക്കുന്നുണ്ട്. 4 അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളെ ആക്രമിച്ചിട്ടുണ്ട് എന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. എന്തായാലും ഒമാനിൽ എണ്ണ ടാങ്കറിന് നേരെയും ആക്രമണം ഉണ്ടായിട്ടുണ്ട്. അബുദാബിയിൽ ഡ്രോൺ അവശിഷ്ടം വീണ് സ്ത്രീക്കും കുട്ടിക്കും പരിക്കേൽക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. ദുബായിലും 2 പേര് ഡ്രോൺ ആക്രമണത്തിൽ ഇത്തരത്തിൽ പരിക്കേറ്റു എന്നൊരു വിവരവും ലഭിക്കുന്നുണ്ട്. എന്തായാലും വലിയ രീതിയിലുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങളാണ് അവിടെയുള്ള ആളുകൾക്ക് കൊടുക്കുന്നത്. എന്തായാലും ഇപ്പോൾ വിദേശകാര്യ കൗൺസിൽ ചേരുന്നുണ്ട്. ഈ ഒരു യുദ്ധം കടുക്കുന്ന സാഹചര്യത്തിൽ ഇറാന് നേരെ എന്ത് തീരുമാനം എടുക്കുമെന്നതാണ് ഇപ്പോൾ ഈ ഒരു നിമിഷത്തിൽ ഏറ്റവും കൂടുതൽ നിർണായകമാകുന്നത്. എന്തായാലും ഗൾഫ് രാജ്യങ്ങൾക്ക് നേരെയുള്ള ആക്രമണം ഇപ്പോൾ ശക്തമാക്കുകയാണ് ഇറാൻ. ഈ ഒരു വിദേശകാര്യ കൗൺസിലിന് ശേഷമായിരിക്കും എന്ത് തീരുമാനമെടുക്കുമെന്ന ഒരു കാര്യത്തിൽ അറിയാൻ കഴിയുക. കൂടുതൽ വിവരങ്ങൾ നൽകിയത് അതുല്യ രാമചന്ദ്രനാണ്.